പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ മുതൽ ഇവിടെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആൾക്കാരോടും ഇവിടുത്തെ സ്ഥാനാർത്ഥികളോടും ഒക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞതാണ് ഓരോ കാര്യങ്ങൾ. എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു കരുത്തുറ്റ സ്ത്രീ നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിക്കാം. പാലക്കാട് വീണ്ടും മൂന്നാം തവണയും മത്സരത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ജനങ്ങൾ എത്രത്തോളമാണ് ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അനാഥമായ പാലക്കാടിനെ സനാതനമാക്കാനാണ് ശോഭ ചേച്ചി. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാവുള്ളൂ. താഴെ തട്ടുന്ന് വളർന്നു വന്നൊരു നേതാവാണ്. അതായത് ഒരുപാട് സമരങ്ങളും പോലീസുകാരുടെ അടിയും ഒരുപാട് ഇതൊക്കെ കൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ജനങ്ങളുടെ മനസ്സിലടങ്ങി പിടിച്ചൊരു നേതാവാണ്. അപ്പം നേതാവ് എന്നുള്ളൊരു വാക്കിന് കറക്റ്റായിട്ടുള്ളൊരു ആൻസറാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതായത് ഈ കേരളത്തിൽ ഇന്ന് വിരലിലെണ്ണാവുന്ന മറ്റേ ലേഡീസ് നേതാക്കന്മാരിൽ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ലേഡി നേതാവ് തന്നെയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. അതിൽ ആർക്കും തർക്കമില്ല. എന്നെ അറിയില്ല എന്ന് പറയുന്നത് ആളുകൾ നടത്തുന്ന ഒരു പ്രചരണമാണ്. ഞാനിവിടെ 2014 മുതൽ നീണ്ട 5 വർഷക്കാലം പാലക്കാട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഇവിടെ തന്നെ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്ന് അവിടെ 2ാം സ്ഥാനത്ത് വരികയും 15 വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുന്ന പ്രഗത്ഭനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തതാണ്. ഞങ്ങളുടെ ശോഭ മതി എന്ന് അന്ന് തന്നെ ആളുകൾ അവർ ആഗ്രഹിച്ചതാണ്. ഈ പാലക്കാടിൻ്റെ പൊതുസമൂഹം ശോഭാ സുരേന്ദ്രനെ കണ്ടു. പ്രാവശ്യം എല്ലാവരും ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യും. ശോഭ ചേച്ചി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ശോഭാ സുരേന്ദ്രനെ കണ്ടല്ലോ. ശോഭാ സുരേന്ദ്രനെ കണ്ടു. പ്രാവശ്യം എല്ലാവരും ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യും. ശോഭ ചേച്ചി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. യാതൊരു സംശയമില്ല. അത്രയും ഉറപ്പുണ്ട്. ശോഭ ചേച്ചി ഈ 3 കാൻഡിഡേറ്റിലെ ബെസ്റ്റ് കാൻഡിഡേറ്റ് ശോഭ ചേച്ചിയാണ്. എവിടെ പോയാലും വോട്ടുകൾ ധാരാളം വാങ്ങിക്കുന്നതാണ് ചേച്ചി. അതാണ് ജനങ്ങൾക്കിടയിൽ ഇത് ഇപ്രാവശ്യം എല്ലാവരും രാഷ്ട്രീയം മറന്ന് ശോഭ ചേച്ചിക്ക് വോട്ട് ചെയ്യുന്നു. വ്യക്തിപരമായിട്ട് She must come forward. At least this time. This is a golden opportunity for her success. നിരവധി പ്രചാരണ വേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു റെസ്റ്റ് ഇല്ലാതുള്ള ഒരു പ്രചാരണമാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്ഷീണവും ഇല്ല, ഒരു മടുപ്പും ഇല്ല. 24 hours ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് അവരിലെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എത്രത്തോളമായി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? അല്ല, അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ 100% വിശ്വാസം. 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ എനിക്ക് ജനങ്ങൾ 2ാം സ്ഥാനം നൽകിയതാണ്. നമുക്ക് ആ സമയത്തെ സാഹചര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം വിജയിക്കില്ല എന്നുള്ള ഒരു ട്രെൻഡ് ഇറക്കിയിട്ടുമൊക്കെ പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിച്ച് ഇരു മുന്നണികളും ചേർന്ന് ഞാൻ ഉൾപ്പെടെ 7 പേരെ 2ാം സ്ഥാനത്ത് നിർത്തുകയാണ് കേരളത്തിൽ 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ. ഇപ്പം അതിനൊരു മാറ്റമുണ്ടാകും. കാരണം ഞങ്ങൾ കേരളത്തിൽ ഭരിക്കുക എന്നുള്ളതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപക്ഷത്തു നിന്നുള്ള നയങ്ങൾ, തീരുമാനങ്ങൾ അതവിടെ രേഖപ്പെടുത്തപ്പെടണം എന്നുള്ളതും ജനങ്ങളുടെ ആഗ്രഹമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജനം അത് സ്വീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പോൾ 3ാം തവണയാണ് പാലക്കാട് എന്ന് വരുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പേര് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികം അറിയില്ല, ഇത് വേറൊരു നാട്ടുകാരിയാണ് എന്നൊക്കെ പലരും പറയുമെങ്കിലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എവിടെ പോയാലും അതിന് വലിയൊരു സ്വാധീനം ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പം ഇത്തരം സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു വിജയപ്രതീക്ഷ എന്തായാലും പാലക്കാട് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ മത്സരിച്ചാലും കൊണ്ടുവരാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നെ അറിയില്ല എന്ന് പറയുന്നത് ആളുകൾ നടത്തുന്ന ഒരു പ്രചരണമാണ്. ഞാനിവിടെ 2014 മുതൽ നീണ്ട 5 വർഷക്കാലം പാലക്കാട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഇവിടെ തന്നെ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്ന് അവിടെ 2ാം സ്ഥാനത്ത് വരികയും 15 വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുന്ന പ്രഗത്ഭനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തതാണ്. ഞങ്ങളുടെ ശോഭ മതി എന്ന് അന്ന് തന്നെ ആളുകൾ അവർ ആഗ്രഹിച്ചതാണ്. ഈ പാലക്കാടിൻ്റെ പൊതുസമൂഹം. എന്നാൽ ഒരു പരിധി വരെ ചില ചർച്ചകൾ അല്ലെങ്കിൽ ചില വാക്കുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് പുറത്തു വരുന്നത് ഇങ്ങനെ BJPക്ക് സമയമായിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നുവെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു കേരളത്തിൽ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള ഒരു ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ കിട്ടിയിരുന്നു. അന്ന് 1.70 3 ലക്ഷത്തോളം വോട്ടുകളും എണ്ണാത്ത 15,000 വോട്ടുകൾ പെട്ടിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം ബഹുദൂരം പാലക്കാട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ കുറഞ്ഞ വോട്ടിനാണ് അന്ന് ശ്രീധരൻ സാർക്ക്
പിന്നിൽ നിൽക്കേണ്ടി വന്നതെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇത്തവണ പാലക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. അത് ജനങ്ങൾ അതിന് പ്രാപ്തരാവും, വിധിയെഴുതും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പ്രസ്ഥാനം വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനെ ഓരോ മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കുമ്പോൾ പിന്നീട് അവിടെ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവിടെ മത്സരിപ്പിക്കുന്നില്ല, പകരം വേറൊരു മണ്ഡലത്തിലേക്കാണ് മത്സരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അത് ചിലവർ അതിനെ പറയുന്നത് അത് അവർ ഒരു അവസരം സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കൊടുക്കാത്തതാണ് എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ എവിടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയൊക്കെ പോകുന്നോ അത്രയും സ്ഥലങ്ങളിൽ BJPക്ക് അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ BJPക്ക് കുറച്ചുകൂടി അവരുടെ ആശയങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ മധ്യസ്ഥതയിൽ വരുന്നു എന്നുള്ളത്. അതായത് ഒരു ശോഭാ സുരേന്ദ്രനെ എവിടെയൊക്കെ നിർത്തുന്നോ അവിടെ BJPക്ക് അനുകൂലമായിട്ട് കുറച്ച് ആളുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെയല്ല, അത് ആളുകളുടെ ഒരു ചർച്ചയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ഒരു വളർച്ചയുമില്ലാത്ത കാലഘട്ടത്തിൽ 2004 ഞാൻ ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവിടെ വെറും 4000-ലധികം വരുന്ന വോട്ടുള്ള സ്ഥലത്ത് പ്രസ്ഥാനം പോകാൻ പറഞ്ഞു, നമ്മൾ പോയി, അത് ഇരട്ടിയായി. എന്നാൽ വീണ്ടും അവിടെ തുടരുകയല്ല, വീണ്ടും വേറൊരു സ്ഥലത്ത് പാർട്ടി നിയോഗിക്കപ്പെടുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുക, പ്രസ്ഥാനം ആ മേഖലയിൽ വളരാൻ ഞാനൊരു കാരണക്കാരിയാകുമെങ്കിൽ പ്രസ്ഥാനം വിജയിക്കുകയല്ലേ. അപ്പോൾ സമയമായിട്ടുണ്ടാകും. ഇപ്പോൾ 2016 ഞാനിവിടെ മത്സരിച്ചത്. അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ പോയി നമ്മൾ മത്സരിച്ചു. മുമ്പ് കഴക്കൂട്ടത്ത് മത്സരിച്ചു, അവിടെ 2ാം സ്ഥാനം കിട്ടി. എന്നാൽ 2ാം സ്ഥാനം കിട്ടിയ മണ്ഡലത്തിൽ നമ്മൾ നിന്നോ? പിന്നീട് സംഘടന തീരുമാനിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഘടന തീരുമാനിക്കുന്നു? സംഘടന നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒരു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലല്ല. സംഘടന നിലനിൽക്കുന്നത് ഐഡിയോളജിയിലാണ്. ഈ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻ്റുള്ള അതിശക്തമായിട്ടുള്ള ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഞങ്ങളുടെ പിറകിലൊരു വലിയ മാതൃസംഘടനയുണ്ട്. അപ്പോൾ ആ മാതൃസംഘടനയുടെ കരുത്തും കഴിവും ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കും. തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ബന്ധങ്ങളുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയ സ്ഥലങ്ങളിലെല്ലാം വോട്ട് ഡബിളായെങ്കിൽ നാളെ അവിടെ നിന്നെല്ലാം തന്നെ MLA-മാരുണ്ടായി വരും. ഇപ്പോൾ ആലപ്പുഴയിൽ അവിടെ കായംകുളത്തും ഹരിപ്പാടിലുമൊക്കെ ചെറിയ വോട്ടിനാണ് കോൺഗ്രസുമായിട്ട് ഞങ്ങൾ വ്യത്യാസമുള്ളത്. അപ്പോൾ ആ മൂവ്മെൻ്റ് എല്ലാം തന്നെ പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശോഭ ചേച്ചി പാലക്കാടിന് നിർബന്ധമായിട്ടും വരണം എന്നാണ് ജനങ്ങളുടെ പൊതുവെയുള്ള ആഗ്രഹം. വരണം, 100% ശോഭ ചേച്ചി വരുമെന്ന് വളരെയധികം ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. തീർച്ചയായിട്ടും വിജയിക്കും. കാരണം പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 25 വർഷമായിട്ടുള്ളൊരു കൗൺസിലറാണ് ഞാൻ. കഴിഞ്ഞ 7 വർഷം പാലക്കാട് നഗരസഭയുടെ ചെയർമാനായിരുന്നു. പാലക്കാട് നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ ഇവിടെ നിന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കും. ഇത് ഇപ്രാവശ്യം ശോഭ തന്നെ ജയിക്കുമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയിൽ അർപ്പിച്ച വിശ്വാസം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പാലക്കാട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ജയിപ്പിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട് നഗരസഭ. പാലക്കാട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്ന എല്ലാ വനിതകളാണ്. അപ്പോൾ വനിതകൾക്ക് ഏറ്റവും കൂടുതൽ ഓരോരോ BJP വനിതകൾക്കും കിട്ടിയ വോട്ടിൻ്റെ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വനിതകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും അതുപോലെ തന്നെ സ്ത്രീകൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എല്ലാ ജനങ്ങളിലും അർപ്പിച്ചുള്ളത് കൊണ്ട് 100% അത് സ്ത്രീയിലേക്ക് അത്രയും വിശ്വാസത്തോടു കൂടി തന്നെ ഓരോരുത്തരും വോട്ട് ചെയ്യുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ശോഭ ചേച്ചി തീർച്ചയായും ജയിക്കും. നിങ്ങൾ ഒരു ചോദ്യം കൂടി ശോഭ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങൾ പോയവിടെയൊക്കെ എല്ലാം എന്താണെന്ന്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, കേരളത്തിലെ KPCC പ്രസിഡൻ്റായിരുന്ന മുരളീധരൻ പ്രസിഡന്റ് രാജിവെച്ചിട്ട് വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിട്ട് താൽക്കാലിക ചുമതലയെടുത്തു. അന്നത്തെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. അവിടെയുള്ള MLA സ്ഥാനം രാജിവെച്ച് ഈ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. അന്ന് മുരളീധരൻ ഒരു മന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഒരാളെ തോൽക്കുന്ന ആദ്യമായിട്ടാണ് കേരളത്തിൽ. അതിന് പ്രധാന ഒരു കാരണം ശോഭ ചേച്ചിയായിരുന്നു. ശോഭ ചേച്ചിയുടെ എൻട്രി തീർച്ചയായിട്ടും ആ ഇപ്പോഴത്തെ വടക്കഞ്ചേരി അന്ന് ഗംഭീരമായിട്ടൊരു മാറ്റമുണ്ടായി. കോൺഗ്രസിൻ്റെ വോട്ടിൽ നല്ലൊരു ശതമാനം BJPക്ക് വന്നു, BJPയുടെ വളർച്ച. അപ്പോൾ അന്ന് മുതൽ തൊട്ട് ശോഭ ചേച്ചി എവിടെ മത്സരിച്ചാലും വോട്ടിൻ്റെ വളർച്ചയുണ്ട്. ഇപ്രാവശ്യം വളർച്ചയില്ല, അത് വിജയത്തിലായിരിക്കും. കാരണം അനാഥമായ പാലക്കാടിനെ സനാതനമാക്കാനാണ് ശോഭ ചേച്ചിയെ നമ്മൾ നടത്തുന്നത്. ശോഭ ചേച്ചി 100% ജയിക്കും. ഇപ്രാവശ്യം എന്തായാലും ഉറപ്പാണ്. ശോഭ ചേച്ചിയോടൊപ്പം തന്നെയാണ്, യാതൊരു സംശയമില്ല. ശോഭ ചേച്ചി ഇപ്രാവശ്യം 100% ജയിക്കുന്നതാണ് ഞങ്ങൾ. 2 സ്ഥാനാർത്ഥികളും ദുർബലമാണ് ഇപ്രാവശ്യത്തിൽ. അതുകൊണ്ട് ശോഭ ചേച്ചി തന്നെ ജയിക്കും. ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നു. അതെ അതെ. എന്ത് തോന്നുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 3ാം തവണ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എത്തുന്നു? അതായത് ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്തു.
അതിൽ ഇപ്പോൾ ഒന്ന് രമേഷ് പിഷാരടി, പുള്ളിയെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ വലിയതായി ഒരു സിനിമയിലും ടി വിയിലും കണ്ടിട്ടെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരാൾ പറഞ്ഞ ഹോട്ടൽ മുതലാളിയാണ്, പുള്ളിനെ ആ രീതിയിൽ അറിയുള്ളൂ. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാവുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനല്ലോ ഈ പറയുന്ന ജനപ്രതിനിധികൾ. ഇതിപ്പോൾ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഫെമിലിയാരിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് മത്സരിക്കുന്നവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒന്നര കൊല്ലം നമ്മളിവിടുത്തെ MLA ഈ വഴി കാണാൻ പറ്റിയിട്ടില്ല. നമുക്കിവിടെ ഈ പറയുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ, അതുപോലെ ടൗൺ ഹാളിൻ്റെ അവസ്ഥ, സിന്തറ്റിക് ട്രാക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് അവിടെ ശൗചാലയത്തിൽ പോകാനുള്ള സൗകര്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ ഇവിടെയുള്ള പാലക്കാടിനെ ബുദ്ധിമുട്ടിക്കാൻ വെളിയിൽ നിന്ന് വന്നിട്ട് ഈ ഒന്നും അറിയാത്തവരൊന്ന് മത്സരിച്ചിട്ട് പോകുന്നു. അപ്പം നിരവധി ആളുകളുണ്ട് ഇവിടെ തന്നെ, ഇപ്പം നിരവധി പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കഴിവ് തെളിയിച്ച ആളുകളുണ്ട്. ഇതിപ്പോൾ ഇതിൽ ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇപ്പോൾ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു മാറ്റം പാലക്കാടിന് ഉണ്ടാവും. ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ അവർ കുറേ കാലം ഈ പറയുന്ന പൊതുരംഗത്ത് പ്രവർത്തനത്തിൻ്റെ പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ അതുമാത്രമല്ല, പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് അവർക്ക് കൂടിക്കാഴ്ച ചെയ്യാൻ പറ്റും. ഇപ്പം നഗരസഭയും BJP ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ നഗരസഭയുടെ ഒരു ഉന്നമനത്തിനും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് കേന്ദ്ര പദ്ധതികളെല്ലാം ഇവിടെ ആവിഷ്കരിക്കാൻ അവർക്ക് സാധിക്കുകയായിരിക്കും. പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് പല പദ്ധതികളും ഇവിടെ കൊണ്ടുവരാൻ പറ്റും. സുരേഷ് ഗോപിൻ്റെ അടുത്ത ആളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ. അപ്പോൾ നമുക്ക് പാലക്കാടിന് ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാവാൻ നല്ല സാഹചര്യമുണ്ട്. ജനങ്ങൾ അറിഞ്ഞ് രാഷ്ട്രീയം കാണാതെ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് വോട്ട് ചെയ്യുക. താഴെ തട്ടുന്ന് വളർന്നു വന്നൊരു നേതാവാണ്. അതായത് ഒരുപാട് സമരങ്ങളും പോലീസുകാരുടെ അടിയും ഒരുപാട് ഇതൊക്കെ കൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ജനങ്ങളുടെ മനസ്സിൽ പിടിച്ചൊരു നേതാവാണ്. അപ്പം നേതാവ് എന്നുള്ളൊരു വാക്കിന് കറക്റ്റായിട്ടുള്ളൊരു ആൻസറാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതായത് ഈ കേരളത്തിൽ ഇന്ന് വിരലിലെണ്ണാവുന്ന മറ്റേ ലേഡീസ് നേതാക്കന്മാരിൽ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ലേഡി നേതാവ് തന്നെയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. അതിൽ ആർക്കും തർക്കമില്ല. ഇപ്പോൾ പാലക്കാടുള്ള ജനങ്ങളുടെ ഇടയിൽ തന്നെ പാലക്കാടുള്ള 3 സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു നേതാവ് വേറെ ഇല്ല. ഇപ്പം നിലവിൽ പാലക്കാട് ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വനിതാ നേതാവ് വേറെ മത്സര രംഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പൊതുരംഗത്തോ പ്രവർത്തനത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് ജനങ്ങൾ എന്തായാലും ഇപ്രാവശ്യം അവരെ ഒഴിവാക്കുമെന്ന് തോന്നുന്നില്ല. ഒരു 70% ജയിച്ച പോലെയാണ് ബാക്കി സ്ഥാനാർത്ഥികൾ വന്നതോട് കൂടിയിട്ട്.